ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജി, അതുപോലെ 8 ഓഫ് കപ്സ്, ദ സ്റ്റാർ കാർഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ പേഴ്സൺ എല്ലാവരുടെയും മുമ്പിൽ അയാൾ ഭയങ്കര ഹാപ്പിയാണ്. ആ വ്യക്തി, അത് ആണോ പെണ്ണോ ആരായാലും, അവർ ഭയങ്കര ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത്. അവർ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും പുറത്തു പോകുന്നു, യാത്രകൾ പോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റുള്ളവരെ കാണിക്കാനേ അതുകൊണ്ട് അവർക്ക് സാധിക്കുന്നുള്ളൂ. അവർക്ക് അവരുടെ മനസ്സിന് ആ ഒരു സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്ന് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോന്നിട്ടില്ല. അവർക്ക് അതിന് സാധിക്കില്ല. അത് അവർ തന്നെ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. ഒരു വാശിയുടെ പേരിൽ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എങ്കിലും ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുകയാണ്. കാരണം അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഈ ഒരു സമയത്ത് വിഷമിക്കുകയായിരിക്കുമല്ലോ എന്നൊരു ചിന്ത അവർക്കുണ്ട്. കാരണം ആ വ്യക്തികൾക്ക് നിങ്ങളെ നല്ലപോലെ അറിയാം. അവർക്ക് ഫ്രണ്ട്സിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും അവർ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു സന്തോഷം പൂർണ്ണമായും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സ് മുഴുവനും നിങ്ങളിൽ ഉടക്കി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നവരുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, എങ്ങനെ തുടങ്ങണം. കാരണം പെട്ടെന്നൊരു നിമിഷം നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയവരായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചെങ്കിലും ആണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിച്ചു